ആഡംബരപൂർണമായിട്ടുള്ള ജീവിതത്തിൻ്റെ മൂർത്തീഭാവം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആളുകൾ ഹോം ടൂറുകളും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആഡംബരമായിട്ടുള്ള അലങ്കാര വസ്തുക്കൾ, വില കൂടിയ ആഭരണങ്ങൾ, മോടി പിടിപ്പിച്ച വസ്ത്രങ്ങൾ എല്ലാം അവരുടെ ആഡംബരം വിളിച്ചോതുന്ന കാര്യങ്ങളായിരിക്കും പൊതുവെ അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള വീഡിയോകൾ വഴി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്നും എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കിട്ടുന്നത്? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടായി? ഇതെല്ലാം ഒരു ട്രെൻഡായിട്ട് വരുന്നതിന് കാരണം ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ കണ്ടുപിടിച്ച് അതുവഴി വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസും ലൈക്കും സബ്സ്ക്രൈബുമാണ് അല്ലേ? അതിനെ ആശ്രയിച്ചാണ് വീണ്ടും ചുവട് പിടിച്ച് അടുത്ത ആളുകളും അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ ധനലാഭം. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടം കയ്യിൽ നിന്ന് സംഭവിച്ചാലും, അതായത് ധനനഷ്ടം, ഹോം ടൂർ വഴി ഉണ്ടാകുന്ന ധനനഷ്ടം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഈ വീഡിയോ തുടർന്ന് കാണുക. നല്ലൊരു മെസ്സേജ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ചിലരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ വീട്ടിൽ അച്ഛനില്ല ഗൈസ്, ഇന്ന് എൻ്റെ വീട്ടിൽ അമ്മയില്ല ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഇപ്പോൾ വീടടച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്, നമ്മൾ വീട് ലോക്ക് ചെയ്യുന്നു, ഞങ്ങൾ കാർ എടുക്കുന്നു, നമ്മളിതാ ഷോപ്പിങ്ങിന് പോകുന്നു. ഇതെല്ലാം നമ്മളെ വാച്ച് ചെയ്യുന്ന കള്ളന്മാർക്കുള്ള വലിയൊരു വഴിയാണ്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങൾ തുറന്നിട്ടിട്ട് പോകുന്നത്. ഇപ്പോൾ ഇതുവരെ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരും കയറിയിട്ടുണ്ടാവില്ല, പക്ഷേ നാളെ കയറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താ ചൂട് അപ്പം പോലെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. വീട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചുറ്റും നമ്മൾ ക്യാമറകൾ ഫിറ്റ് ചെയ്യും അല്ലേ? എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യും. അങ്ങനൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് വീടിനകത്തുള്ള സുരക്ഷയെക്കുറിച്ച് നമ്മൾ തീരെ ബോധവാന്മാരാകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഹോം ടൂറുകളും. അതുവഴി സമൂഹ മാധ്യമത്തിൽ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സുരക്ഷ, വീടിൻ്റെ സുരക്ഷ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന നമ്മളെ ശ്രദ്ധിക്കാനിരിക്കുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അവരതിനെല്ലാം ബ്രേക്ക് ചെയ്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ വീടിനകത്തേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. अगर पिता उंगली पकड़कर चलना सिखाता है तो पति हाथ पकड़कर उड़ना सिखाता है। दोनों का ही प्यार जिंदगी में अलग अलग होता है, लेकिन दोनों ही हमें मजबूत बनाते हैं. ലക്ഷക്കണക്കിന് ഫോളോവറുള്ള ഒരു വീട്ടമ്മയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആഭരണങ്ങളെല്ലാം നിരത്തി വെച്ച് പാട്ടൊക്കെ പാടി അല്ലേ? അതിനുവേണ്ടി പ്രത്യേകിച്ച് ട്യൂണൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ ഈ ലക്ഷക്കണക്കിന് ഫോളോവറിലുള്ള ഒരാൾ തന്നെയായിരിക്കണം ആ വീട്ടിൽ അതിക്രമിച്ച് കയറി എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അഭ്യുദയകാംക്ഷികളോ അല്ലെങ്കിൽ നമ്മുടെ നന്മയെ പ്രതി നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരോ ഒന്നുമല്ല. വീഡിയോ കാണുന്ന പലർക്കും പല രീതിയിലുള്ള ഉദ്ദേശങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ കുഴി നമ്മൾ തന്നെ കുഴിക്കാതിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം കുറവായിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് കൊറോണ കാലഘട്ടമായിരുന്നു അല്ലേ? ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ കള്ളന്മാരെ കുറിച്ച് അധികമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും നമ്മൾ കേൾക്കാൻ തുടങ്ങി, തിരുട്ട് ഗ്രാമത്തിൽ നിന്നും കള്ളന്മാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കണ്ട വീഡിയോ, അതിൽ സ്ത്രീയുടെ ഇതൊന്നും തിരുട്ട് ഗ്രാമത്തിലെ കള്ളൻ വന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ മലയാളി ബ്ലോഗേഴ്സിൻ്റെ വീട്ടിലും കള്ളൻ കയറിയിട്ടുണ്ട്. ഇതുപോലെ ആഭരണങ്ങൾ പ്രദർശന വസ്തുവായിട്ട് കാണിച്ച മലയാളി യൂട്യൂബറിൻ്റെ വീട്ടിലും കള്ളൻ കയറിയിട്ടുണ്ട്. പക്ഷേ അവരല്പം ബുദ്ധിമതിയായിരുന്നു, അതുകൊണ്ട് അവരുടെ ഒന്നും പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങളുടെ ഫോളോവറിൽ ഒരാൾ തന്നെയാണ് കള്ളനായിട്ട് മുഖം മൂടി വെച്ച് നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ പോലീസും അത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് ഇതിനകത്ത്
വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കള്ളന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഒരു നിസ്സാര കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയാം. നമ്മൾ മലയാളികൾ അല്ലേ, കേരളീയർ, നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു തരി പൊന്നില്ലാത്ത ആളുകൾ വളരെ വിരളമായിട്ടായിരിക്കും അല്ലേ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കാതിൽ ചെറിയൊരു മുട്ട് കമ്മലെങ്കിലും ഉണ്ടാവും. ഇനി വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ചെറിയൊരു താലിമാലയും അതിലൊരു താലിയും ഉണ്ടാവും. ഇനി പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാല ഉണ്ടാവണമെന്നില്ല, ഒരു ചരട്, താലിച്ചരടിൽ അവരൊരു താലി കോർത്തെങ്കിലും ഇടും. ഇപ്പോൾ സ്ഥിതിവിശേഷം ഒരുപാട് മാറി. നമ്മുടെ പഴയ അവസ്ഥയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നൊക്കെ നമ്മുടെ നാട് ഒരുപാട് മുൻപോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും കഴുത്തിൽ നമുക്കൊരു ഒരു അരപ്പവൻ്റെ മാലയെങ്കിലും അതിലറ്റത്തൊരു കുഞ്ഞി താലിയെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ ഒരുപാട് വീഡിയോസ്, ഹോം ടൂറുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരുടെ വീഡിയോ എന്ന് പറയുന്നതും ആഡംബരപൂർണ്ണമായിട്ടുള്ള വീഡിയോസൊന്നുമല്ല. വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ എന്താണ് കള്ളൻ കയറിയാൽ കൊണ്ടുപോകാനുള്ളത് എന്നായിരിക്കും അവർ ചിന്തിക്കുക, വീട്ടുകാർ ചിന്തിക്കുക അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അരപ്പവൻ പൊന്നിന് എന്താണ് വില? 50,000-ന് മുകളിൽ പോവില്ലേ? അതൊരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ, അതായത് ഹോം ടൂർ പോലെയുള്ള ഒരു വീഡിയോ നിങ്ങളിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിനേക്കാൾ എത്രയോ വലുതായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് ആഡംബര ജീവിതം നയിക്കുന്നവൻ, ആഡംബരപൂർണ്ണമായിട്ടുള്ള എല്ലാം പ്രദർശന വസ്തുവായിട്ട് മറ്റുള്ളവരെ കാണിക്കുന്ന ആളായാലും ശരി, ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്ന ആളായാലും ശരി, നഷ്ടം എല്ലാവർക്കും നഷ്ടം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലെ സ്ത്രീ, അവരുടെ വീടിന് ചുറ്റും CCTV അവർ ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ന കള്ളന്മാർ ആദ്യം ചെയ്തത് ഒരു വലിയ വടിയെടുത്ത് ആ ക്യാമറ അങ്ങ് പൊസിഷൻ മാറ്റി തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർ വീടിനകത്ത് കയറിയത്. എല്ലാവരും തന്നെ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീട്ടുകാരെ കിടന്ന് ഉറങ്ങിയിരുന്ന അവരുടെ റൂമുകൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് അകത്തുനിന്ന് അവർ എല്ലാ വിധത്തിലുള്ള ആഭരണങ്ങളും അരിച്ച് പെറുക്കി എടുത്ത് പോയത്. അപ്പോൾ വീട്ടമ്മ പറയുന്നു ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന്. ഒരിക്കലും 10 ലക്ഷം രൂപയുടെ നഷ്ടമായിട്ട് ആ ആഭരണങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല അല്ലേ. ഒരു പക്ഷേ അവർ വാങ്ങിയ റേറ്റ് ആയിരിക്കണം 10 ലക്ഷം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 10 ലക്ഷവുമല്ല 20 ലക്ഷവുമല്ല, അതിലും കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷങ്ങൾ ഫോളോവർ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആണെങ്കിൽ പോലും അവർക്ക് എത്ര നാൾ വീഡിയോ ചെയ്താലാണ് ഈ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആരും ഇങ്ങനെയുള്ള അബദ്ധത്തെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതിരിക്കുക. ഒരുപാട് ആഡംബര ജീവിതം, ആഡംബര വസ്തുക്കൾ, ഇതൊന്നും ഒരു പ്രദർശന വസ്തുവാക്കി നമ്മൾ കാണിക്കരുത്. അതൊക്കെ നമ്മൾ കൊണ്ട് ശരി, അതറിയാം, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു കള്ളനാണെങ്കിൽ പോലും അവൻ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഒരു വീട്ടിൽ കയറുക അല്ലേ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്വന്തം വീട് തന്നെ അവൻ്റെ മുൻപിലും സ്വന്തം ആഭരണങ്ങളും അവൻ്റെ മുൻപിൽ അങ്ങ് തുറന്നു വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവന് എളുപ്പമാണ് വീടിനകത്ത് കയറാൻ എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കാം. നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ വീട്ടിലും കള്ളൻ കയറിയിരുന്നു. പക്ഷേ അവരല്പം ബുദ്ധിമതിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, അവർ ഓർണമെൻറ്റ്സ് ഒക്കെ ലോക്കറിൽ വച്ച് ആദ്യം ഒരു വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഓർണമെൻറ്റ്സ് എല്ലാം ലോക്കറിൽ വച്ചതിന് ശേഷമാണ് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ തന്നെ വന്നയാൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ എല്ലാവരുടെയും സ്ഥിതിവിശേഷം അതേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.